ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സജന നൂർ, ഫിറോസ് ഖാൻ, നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവ്, ഈ മൂന്ന് പേരടങ്ങിയ യൂണിവേഴ്സിലേക്ക് പുതിയതായിട്ട് ഒരാൾ കൂടി എൻ്റർ ആയത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. മറ്റാരുമല്ല, ദിയാസന എന്ന് പറയുന്ന മുൻ ബിഗ് ബോസ് താരമാണ്. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിന് ഈ പറയുന്ന സജന നൂർ ഒരു ഇന്റർവ്യൂ നൽകി. ആ ഒരു ഇന്റർവ്യൂവിനകത്ത് സജന നൂർ ദിയാസന എന്ന് പറയുന്ന മുൻ ബിഗ് ബോസ് താരത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം എങ്ങനെയായിരുന്നു? സജന നൂറിന്റെ ഫ്ളാറ്റിലേക്ക് ദിയാസന എത്തുകയും അവിടെ വെച്ച് MDMA എന്ന് പറയുന്ന രാസലഹരി ഉപയോഗിക്കുകയും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന സജനയ്ക്കെതിരെ ദിയാസന മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി, അതുകൂടാതെ ഡീഫോർമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സജനയുടെ ഈ ഒരു ആരോപണം വന്നതിന് തൊട്ട് പിന്നാലെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഇന്റർവ്യൂ നൽകാൻ വേണ്ടിയിട്ട് ദിയ തീരുമാനിക്കുന്നു. പക്ഷേ ദിയയുടെ ഇന്റർവ്യൂ എടുക്കാമെന്ന് ഏറ്റ ആ ഒരു ഓൺലൈൻ ചാനൽ അവസാന നിമിഷം പിന്മാറുന്നു. അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ അവരെ ആരോ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എന്ന് ദിയയ്ക്ക് അറിയാൻ സാധിച്ചു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ദിയ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ ഗൈസ്, ഞാൻ കുറച്ച് ലേറ്റായി പോയി. കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഡീഫോർമേഷൻ ഫയൽ ചെയ്തു എന്നുള്ളത്. അപ്പം അതിന്റെ കുറച്ചുകൂടെ പ്രോസസ്സുകളുണ്ട്. 2-3 ദിവസം എടുക്കും അത് ഫയലായി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്റെ പുറകിലുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കാണ് ഞാനൊരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. അത് സിനി ഫയലിനാണ് ഞാൻ ആ ഇന്റർവ്യൂ കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ചാനലിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇന്റർവ്യൂ കൊടുക്കാൻ. അവരെല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇല്ല ഇവിടെ ഇത് ക്യാമറ ഇല്ല, അതില്ല, അപ്പം കുറച്ച് ഡിലേ ആവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വെറുതെ അവരെടുത്ത് ഇട്ടിട്ട് ചുമ്മാ ചൊറിയും പോലെ ഇരുന്നിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾ സെറ്റിൽമെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞപ്പം, ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും അത് എടുക്കരുത്, അത് അനാവശ്യമായിട്ടുള്ള അലിഗേഷൻ പറയാൻ വേണ്ടി മാത്രമാണ്, അതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്നൊക്കെ ആരോ ഏതോ ഒരു പ്രമുഖൻ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് അപ്പം ഏതായിരിക്കും ആ പ്രമുഖൻ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. എനിക്ക് സംശയം നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവിനെയാണ്. കാരണം പുള്ളിക്ക് ഇതിന് മാത്രം ക്യാഷും മറ്റു കാര്യങ്ങളും ഉള്ളൂ. ഫിറോസ് ഖാനെ കൊടുക്കാനൊക്കെ ക്യാഷ് ഇറക്കാമെന്നൊക്കെ പുള്ളി പറയുന്നതിന്റെ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതാണ്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ അധികം അലിഗേഷൻസ് ഈ പറയുന്ന സജനയ്ക്കെതിരെ ദിയ ഉന്നയിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഫിറോസ് ഖാനെതിരെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദിയാസന പരാതി കൊടുക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്തായാലും നമുക്ക് ദിയാസനയുടെ ഇന്റർവ്യൂവിന്റെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ അറിയാം. അപ്പം സജനയും ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടിയായിട്ട് റിലേഷൻഷിപ്പ് ആയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സജന സൂയിസൈഡൽ അറ്റംപ്റ്റിന് ശ്രമിക്കുന്നു. ഇത് കാരണം റസൂൽ പൂക്കുട്ടി എന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു, എത്രയും പെട്ടെന്ന് ഒന്ന് ചെല്ലാവോ, ഒന്ന് സജനേനെ ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ ചെല്ലുമ്പോൾ അവള് സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിക്കുന്നുണ്ടാവും. അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അവൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് അയാൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അവളെയും കൊണ്ട് ശ്രീകാര്യത്ത് നമ്മുടെ കിരൺ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിന് അവളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം കാര്യങ്ങളെല്ലാവരും നിങ്ങൾ കേട്ട് കാണും. എനിക്ക് പക്ഷേ ദിയാസനയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ കൊടുത്ത ഡീഫോർമേഷൻ കേസും അതേപോലെ തന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി നിലനിൽക്കുമോ എന്നൊരു കാര്യത്തിൽ ഡൗട്ടുണ്ട്. കാരണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇവരെ മാനസിക രോഗവിദഗ്ധന്റെ അടുത്തുകൊണ്ട് ചികിത്സിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു കാര്യം നിങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് അതിൽ നിന്ന് ഊരിപ്പോരാം. അതാണ് കാര്യം. നിങ്ങൾ ഫിറോസിനെതിരെ കൊടുക്കുന്ന ഈ ഒരു കേസ്, ആ ഒരു കേസ് കോടതിയിൽ വരുമ്പോഴും തള്ളിപ്പോകേണ്ട സാധ്യത കൂടുതലാണ്. മറ്റൊന്നുമല്ല, ഒരു മാനസിക രോഗി ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിന് നിങ്ങൾ പറയുന്നു ഇവരെ മാനസിക രോഗ ചികിത്സാ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ള ഒരു ഡോക്ടറിന്റെ അടുത്ത് എന്ന് ഒരു തവണ വിസിറ്റ് ചെയ്ത് അദ്ദേഹം നൽകുന്ന ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് ഒരു കോടതിയും വില കൽപ്പിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ദിയാസനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ പലരും രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നെ ഇവരുടെ ഇന്റർവ്യൂ എടുക്കാണ്ട് ക്യാമറ ഇല്ല എന്ന് പറഞ്ഞ ചാനലുകാരോട് എനിക്ക് പറയാനുള്ളത്, എടാ ക്യാമറ ഇല്ല, നീയൊക്കെ ചാനൽ പൂട്ടിക്കെട്ടി വീട്ടിൽ പോയിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം മരിച്ച വീട്ടിൽ പോലും മൊബൈൽ ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അതൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു താല്പര്യം എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കാണിച്ചില്ല എന്ന ഒറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ ആ മാധ്യമ പ്രവർത്തകരോട്. എന്നാലും ഒരാൾ നൽകുന്ന വിവരം മറ്റൊരാൾക്ക് ചോർത്ത് നൽകുന്നത് എന്ത് നാറിയ മാധ്യമ ധർമ്മമാണ് എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നമുക്ക് അടുത്ത പോർഷൻ ഒന്ന് കണ്ടുനോക്കാം. സജന ഫിറോസിക്കായുമായിട്ട് ഡിവോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫിറോസിക്ക ടോക്സിക് ആണ്, പ്രശ്നമാണ്, ഞാൻ മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്,
എനിക്ക് അറിയില്ല, നീ ഫിറോസിക്കായെ അറിയുന്നതല്ലേ, നിനക്ക് 10-15 കൊല്ലമായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് നീ ചിലപ്പോൾ ഫിറോസിക്കാക്കൊപ്പമായിരിക്കും, പക്ഷെ പുള്ളി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് എന്റെ അടുത്ത് വന്ന് വിഷയങ്ങൾ പറയണത്. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി അവരുടെ ഇമോഷൻ പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നീ സമാധാനമായിട്ട് ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ഫിറോസ്ക്കായെ വിളിച്ചിട്ട് എന്താ ഫിറോസ്ക്ക പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫിറോസിക്ക ഒരിക്കൽ പോലും സജനയെ പറ്റിയിട്ട് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇവരെന്തായാലും ഡിവോഴ്സ് ആയി, ഇനി വേറെ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സജനയ്ക്ക് റസൂൽ പൂക്കുറ്റിയായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. റസൂൽ പൂക്കുറ്റിയാണ് സജനയുടെ കാമുകൻ എന്ന് സജന എന്നോട് പറയാണ്. ഇപ്പൊ പലർക്കും ഉള്ള സംശയമാണ് ഇവര് ശരിക്കും ഡിവോഴ്സ് ആണോ? എനിക്ക് പോലും അറിയത്തില്ലോട്ടോ. ഒരു കൂട്ടർ പറയുന്നത് ഇവർ ഡിവോഴ്സ് അല്ല, ഇവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നു എന്ന് മാത്രമുണ്ട്, ഡിവോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സജന ഇന്നലെ മറുനാടൻ മലയാളിയുടെ ആ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഇതുവരെ ഡിവോഴ്സ് നൽകിയിട്ടില്ല എന്ന്. അതാണ് ചിലർ പറയുന്നത് ഇവരുടെ ഡിവോഴ്സ് കിട്ടി, ഇവർ രണ്ട് സെപ്പറേറ്റഡ് ആണ് എന്ന തരത്തിലുള്ള കാര്യവും പറയുന്നുണ്ട്. ഇതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. കാരണം ഇത് ഈ പുള്ളിയുടെ എക്സ് വൈഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേയധികം ആളുകൾ ഇവരെ അനുകൂലിക്കുന്നുണ്ട്. ഡിവോഴ്സ് കൊടുത്ത ശേഷം ആ ഭാര്യ ഭർത്താവും തമ്മിൽ ബന്ധം പിരിഞ്ഞ ശേഷം എന്തിനാണ് ഫിറോസ് ഇവരുടെ പിന്നാലെ നടക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നാലും ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവിന്റെ ഒരു ഓഡിയോ ഇന്നലത്തെ ഇന്റർവ്യൂവിനത് ദിയാസന ലീക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഈ പ്രഗ്നൻസി സംഭവമൊന്നും ഇല്ല. അതിന് നിലവിളിച്ച് ഞാൻ 3 മാസം കൊണ്ട് എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് നമുക്ക് 3 കോടി രൂപ ഞാൻ ഫാമിലിയോട് പറഞ്ഞു. അതെ, എന്റെ ഭാര്യയും മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡ് ആയി, അതൊക്കെ മനസ്സിലായി. പിന്നെ ഈ പുള്ളി നിർബന്ധമായിട്ടും മീറ്റ്, അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. അതിനോട് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇവള് ഇട്ടൊരു മെസ്സേജ്, പിന്നെ ഇവളിപ്പോ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാക്കി തീർക്കും എന്ന് വെയിറ്റ് ചെയ്യും. ഈ സമയം എന്താ ഒരു ദിവസം കൊടുത്തിട്ട് പോകല്ലോ സെറ്റിൽ ചെയ്ത സമയം ഉണ്ടായാൽ കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കാരണം ഞാൻ കളഞ്ഞിട്ട് പോകുന്നില്ല, ആൻസൈറ്റി ഉണ്ട്, ഞാൻ പോകത്തില്ല പറഞ്ഞു. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്, ഇത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല, നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതെ, ഞാൻ അതാണ് ചെയ്യുന്നത്, അതാണ് ചെയ്യാൻ നിങ്ങളുടെ ശ്രമത്തിലാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിന് ഇവള് ഡിമാൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതിനിവൾ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ അതെ മാത്രമേ നടക്കുള്ളൂ. 3 കോടി രൂപ എന്റെ ഇരിക്കുന്നു. ഞാൻ ആകെ അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% അധികം പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫാർ ഫ്രം 23 September onwards ഓൾമോസ്റ്റ് 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച്, അവന്റെ കഴുത്തിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, ഇല്ലാല്ലേ ഇവർക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തില്ല. അത് തന്നെ മറ്റ് 10-20 ലക്ഷം രൂപ. എന്നോട് ചോദിച്ചു ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. വെച്ചാല് കാരിയാണ്, അതുകൊണ്ട് പിന്നെ ഇവിടെ പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പം എന്നിട്ട് ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ശാരീരിക ബന്ധം കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി, ഇതെല്ലാം കേട്ടിട്ട് കൊളാപ്സായി ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം ബ്രെയിനിന് കംപ്രഷൻ ആയിട്ടുണ്ട്. അത് സീരിയസ് ആണ്. ഈ വയ്യാത്ത ഭാര്യയുള്ള ഒരാൾ ഇമ്മാതിരി തോന്നിയ ദിവസം കാണിച്ചിട്ട് ഈ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആ ഉള്ള കാര്യം പറയാം. വീട്ടിൽ ഭാര്യയ്ക്ക് സുഖമില്ല എന്നറിയാം. അവർക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും ഈ പറയുന്ന ഓസ്കാർ അവാർഡ് ജേതാവ് ഇല്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. ആ ഒരു ഭാര്യ നിങ്ങളെ എത്രത്തോളം വിശ്വസിച്ചിരുന്നു, ആ ഒരു വ്യക്തി, ആ ഒരു സ്ത്രീ, ആ ഒരു അമ്മ, അവർ നിങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു. അങ്ങനെയുള്ള അവരെ ചതിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ തോന്നി മനുഷ്യ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ചോദിച്ചിട്ട് കാര്യം, ഈ പണം കൂടുമ്പോഴത്തേക്ക് ഓരോ കുത്തിക്കിടപ്പുകൾ തോന്നും, അത് സ്വാഭാവികമാണ്. എന്നാലും നമുക്ക് ഫിറോസ് ഖാനെതിരെ ദിയാസന ഒരു കേസ് കൊടുക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കൂടി ഒന്ന് കേട്ടു നോക്കാം.
ഇപ്പൊ പോലും ഞാൻ CWCക്ക് ഫിറോസിക്കാക്കെതിരെ വേറൊരു 17 വയസ്സായ ഒരു കുട്ടിക്ക് എതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജിന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അലിഗേഷൻ നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ, സജിന എന്നോട് സ്വന്തം മകളെ പുള്ളി ഉപദ്രവിച്ചു എന്നുള്ള സംഭവം ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നത് ഫിസിക്കലി അല്ല, അത് പിന്നെ ഞാൻ അത് വലിയ ട്രിഗറായി സംസാരിക്കുമ്പോ ഇല്ല, ഫിസിക്കലി അല്ല, അത് മെന്റലി എന്ന് ഇവള് പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. അപ്പൊ അവൾ എന്തിനും മടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സൗഹൃദത്തിൽ തുടരും? ഇങ്ങനെയാണ് ഞാൻ അവളുമായിട്ട് തെറ്റുന്നത്. എനിക്ക് ഈ ഒരു വിഷയത്തിൽ ദിയാസനയോട് പറയാനുള്ളത്, നിങ്ങൾ ധൈര്യമായിട്ട് പരാതിയോട് മുന്നോട്ട് പോകുക. കാരണം ഇത് ഫിറോസ് ഖാൻ ഒരു തരത്തിൽ പറഞ്ഞ് ഉപകാരപ്പെടും. ഈ പറയുന്ന ആരോപണത്തിന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നു കഴിയുമ്പോഴത്തേക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ സബ്മിറ്റ് ചെയ്യാണ്ട് സജിനയ്ക്ക് ആവാതെ വന്നു കഴിഞ്ഞാൽ ആ നിമിഷം സജിന അകത്താണ്, ഫേക്ക് അലിഗേഷൻ ഉന്നയിച്ചതിന്റെ പേരിൽ. അതുകൂടാതെ ഫിറോസ് ഖാന് എത്ര രൂപ വേണേലും ഡീഫോർമേഷൻ ഈ പറയുന്ന സജിനയ്ക്കെതിരെ ഉന്നയിക്കാം. കാരണം ഇപ്പോൾ ഒരു ഫാഷനാണ് ഈ വ്യാജ പീഡന പരാതികൾ നൽകുന്നതും ആളുകളെ കൊടുക്കുന്നതും. ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ മതി, അവന്റെ ജീവിതം അതോടെ തീർന്നു. കാരണം ഈ ഒരു അന്വേഷണം നടത്തി അവൻ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പോലും നമ്മുടെ മാധ്യമങ്ങൾ അതിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കത്തില്ല. ഇവനെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറ്റാരോപിതൻ അത് നല്ല രീതിക്ക് വാർത്തയാക്കും, ചർച്ച ചെയ്യും. നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ അന്തിച്ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കേസിലെ ഒരാളെ നിരപരാധിയാണ് എന്ന് കണ്ട് വിട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് യാതൊരു അക്ഷരം, ഒരു സ്ക്രോളിംഗ് ന്യൂസ് പോലും കൊടുക്കാണ്ട് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ തയ്യാറാവത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിരപരാധിയാണ് എന്ന് കണ്ട് കോടതി വിട്ടയച്ച പ്രതി എന്ന് ആരോപിച്ച ആ ആള് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ആൾക്ക് സമൂഹത്തിന് മുന്നിൽ പിന്നെയും ആ ഒരു ഇമേജ് ഉണ്ടാകത്തുള്ളൂ. അവനെ നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോടതിയും ഉത്തരവിറക്കില്ല, അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവിടില്ല. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത വളരെയധികം ഇമ്പോർട്ടൻസോട് ഒരു 2-3 ആഴ്ച ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നവരൊരു കോടതി ഉത്തരവിറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ പെട്ടുപോകുന്ന പുരുഷന്മാര് അവര് നിരപരാധിയാണെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടു കഴിഞ്ഞാലും അവർ ഈ സമൂഹത്തിന് മുന്നിൽ തെറ്റുകാരാണ്. അവരെ കൂട്ടത്തിൽ കൂട്ടുവാൻ കൊള്ളത്തില്ലാത്ത ആളുകളായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ദിയാസന കേസുമായിട്ട് മുന്നോട്ട് പോകണം. അതിനകത്ത് അന്വേഷണം നടത്തി ഫിറോസ് കുറ്റക്കാരനാണെങ്കിൽ അയാളെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ജയിലിലേക്ക് അയക്കണം. അല്ല സജിനയാണ് കുറ്റക്കാരിയെങ്കിൽ, സജിന ഈ ആരോപണം വ്യാജമായിട്ട് ഉന്നയിച്ചതാണെങ്കിൽ അവർ ജയിലിൽ അടയ്ക്കണം. അവർ ഗർഭിണിയാണെന്നുള്ള കൺസിഡറേഷൻ പോലും കൊടുക്കരുത്. അതാണ് എൻ്റെ ഈ ഒരു വിഷയത്തിലുള്ള നിലപാട്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ നിലപാട് എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ശരി എന്നാൽ. ഹലോ ഗൈസ്, ഞാൻ കുറച്ച് ലേറ്റായി പോയി. കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഡീഫോർമേഷൻ ഫയൽ ചെയ്തു എന്നുള്ളത്. അപ്പം അതിൻ്റെ കുറച്ചുകൂടെ പ്രോസസ്സുകളുണ്ട്. 2-3 ദിവസം എടുക്കും അത് ഫയലായി വരാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കാണ് ഞാനൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അത് സിനി ഫയലിനാണ് ഞാൻ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ചാനലിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് ഇൻ്റർവ്യൂ കൊടുക്കാൻ. അവരെല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇല്ല ഇവിടെ ഇത് ക്യാമറ ഇല്ല, അതില്ല, അപ്പം കുറച്ച് ഡിലേ ആവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വെറുതെ അവരെടുത്തിട്ടിട്ട് ചുമ്മാ ചൊറിയും പോലെ ഇരുന്നിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങൾ സെറ്റിൽമെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലേ എന്ന് പറഞ്ഞപ്പം, ചേച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും അത് എടുക്കരുത്, അത് അനാവശ്യമായിട്ടുള്ള അലിഗേഷൻ പറയാൻ വേണ്ടി മാത്രമാണ്, അതെന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്നൊക്കെ ആരോ ഏതോ ഒരു പ്രമുഖൻ പറഞ്ഞതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ സിനി ഫയൽ ബിജിത്ത് ടീമും എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പോയി എടുത്തു. ഇതുവരെയും എഡിറ്റിംഗ് ഒക്കെ ഇപ്പോഴാണ് കഴിഞ്ഞ് ഒരുവിധം പറ്റുന്ന രീതിയിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. റസൂൽ പൂക്കുട്ടി ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അയാളുടെ AI വീഡിയോ, AI ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അതിന്റെയൊക്കെ പ്രൂഫ്, കൃത്യമായിട്ടുള്ള കുറേ അധികം പ്രൂഫുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ലിങ്കിൽ അതായത് എൻ്റെ യൂട്യൂബ് ചാനലല്ല, സിനി ഫയലിന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിച്ചത് മുതൽ ഞാൻ ആലോചിച്ച് പുറകിൽ നടന്ന മാതിരിയൊന്നും എനിക്ക് മറ്റേ ഇത് കിട്ടിയില്ല, എന്താ പറയാ, റീച്ചുള്ള ചാനൽ കിട്ടിയില്ല. അപ്പൊ കിട്ടിയ റീച്ച് കൊണ്ടിട്ട് നിങ്ങൾ എന്നെ കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ റസൂൽ പൂക്കുറ്റിയിട്ട AI വീഡിയോ, അതാണല്ലോ AIയുടെ ഒരു നോട്ടീസ്, വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ടിട്ട് റസൂൽ പൂക്കുറ്റി അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. പൂക്കുറ്റി ഒരു കാര്യം ചെയ്യണം, സജന നൂറിന്റെ പേരിൽ ആദ്യം കേസ് കൊടുക്കണം. കാരണം സജന നൂറിന്റെ അക്കൗണ്ട് വഴിയാണ് ഇതെല്ലാ സാധനങ്ങളും വെളിയിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം മറ്റു യൂട്യൂബ് ചാനലുകളെയും മറ്റു ആളുകളെയും ടാർഗറ്റ് ചെയ്തിട്ടോ
250 ചാനലുകൾക്കെതിരെ കൊണ്ടുപോയി സജന നൂറിനെ കൊണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിച്ചിട്ടൊന്നും ഒരു തേങ്ങ എടുക്കാൻ പോകുന്നില്ല. സജന നൂറിനെതിരെയാണ് ഫസ്റ്റ് നിങ്ങൾ പരാതി കൊടുക്കാനുള്ളത് ആദ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി വാ. നിങ്ങൾ ഈ ഒളിച്ചിരിക്കല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇറങ്ങി വന്നിട്ടൊന്ന് പറ, കഥകളൊക്കെ ഒന്ന് പറ. കാര്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതൊക്കെ വളരെ കുറച്ചാണ്. പ്രൂഫുകളൊന്നും ഞാൻ അധികം സബ്മിറ്റ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് പ്രൂഫുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം ബാക്കി പ്രൂഫുകളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ റസൂൽ പൂക്കുട്ടി ഇറങ്ങി വരും. ഒരു കാര്യം ചെയ്യും, എനിക്കെതിരെ വല്ല കേസാകണം കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ചെയ്യും. അതാണ് ബെസ്റ്റ്. ഓക്കെ, റസൂൽ പൂക്കുട്ടി രംഗത്തോട്ട് ഇറങ്ങി വരും. എന്നാലേ നമുക്കതൊരു രസമുള്ളൂ. കാരണം എന്താ വെച്ചാലേ ഈ അപ്പുറത്തും അടുപ്പിച്ച് ഇപ്പുറത്തും അടുപ്പിച്ച് തമ്മിൽ തല്ലിച്ച് അവളെ വെച്ചിട്ട് അവളെ ഭർത്താവിനെ അടുപ്പിച്ച് അവളെ വെച്ചിട്ട് അവളെ കൂട്ടുകാരെ അടുപ്പിച്ച് ഇവള് തന്നെ ഇത്രയും വലിയ ഫ്രോഡും കാണിച്ച് അയ്യോ എന്റെ പൊന്നേ എനിക്ക് വയ്യ. അപ്പം അതല്ലേ രസം. എന്തായാലും സജനേനെ ഇറക്കി വെച്ച് ഇത്രയും വൃത്തികെട്ട അലിഗേഷൻ നിങ്ങൾ വിചാരിച്ച ആളെ മാറിപ്പോയി. നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. ഞാൻ ദിയാസനയാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റായിട്ട് പൈസ വാങ്ങിച്ച് വീഡിയോ ചെയ്യുന്ന താത്ത പൈസ വാങ്ങിച്ചതിന്റെ പ്രൂഫ് ഉൾപ്പെടെ താത്താടെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ബിഷപ്പിന്റെ കഥകൾ ഉൾപ്പെടെ എവറിത്തിങ് സാധനങ്ങളായിട്ട് ചേച്ചി വരുന്നുണ്ട്. ചുമ്മാതെ ഇരിക്കുന്ന ബിഗ് ബോസിലെ പിള്ളേരെയും ഇവരെയൊക്കെ വിളിച്ചിട്ട് താത്ത നടത്തിയ ഒരു പൊറാട്ട നാടകമില്ല, ഒരു വീഡിയോ, റിച്ച് ഔട്ട് വീഡിയോ നാടകം. വെൽക്കം. ഓക്കെ, റസൽ പൂക്കുട്ടിയായിട്ടുള്ള പുതിയ ഡീലിങ് നമുക്ക് കാണാം കേട്ടോ.